ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഉപ്പ മരിച്ച 10ാമത്തെ കൊല്ലാണ്. അതിന് ഞങ്ങൾ മൗലൂദൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന എണ്ണക്കടിയിൽ പക്കവട ഉണ്ടാക്കുന്ന അങ്ങനെ ഉണ്ടാക്കുന്ന. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ല. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. പിന്നെന്താ, പക്കവട. അതിന് ശേഷം ഞങ്ങൾ സാധനങ്ങൾ ചെത്തേന് അങ്ങനെയുന്നത് ചെത്തെടുക്കണം. അപ്പോഴെന്ത് വത്തക്ക് മുസമ്പിയാണ്. ഞങ്ങളെ വത്തക്ക ചെത്തേന് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ചെത്തണം. എന്തൊക്കെ വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? നോമ്പൊക്കെ ആയിട്ട് എന്താ അപ്പോൾ എല്ലാവരും പാട്? ചൂടൊക്കെ ആവുകൊണ്ട് ഭയങ്കര ക്ഷീണക്കാരല്ലേ? ഇവിടെ നല്ല ചൂടാണ്, എനിക്ക് നല്ല ചൂടാണ്, സഹിക്കാൻ കഴിയാത്ത ചൂട്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ, എൻ്റെ വീഡിയോ ഫുള്ളായി എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ മൗലൂദ് എപ്പോഴെന്ന് പറഞ്ഞാൽ 5:30 മൗലൂദ് കഴിഞ്ഞപ്പോഴത്തേന് നോമ്പറക്കാരായി. അങ്ങനെയൊക്കെ ഇന്നത്തെ വിഷയങ്ങൾ. അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള കലാപരിപാടിയാണ്. പിന്നെന്താ, മരിച്ചു പോയാലെന്തല്ലേ പോയൂര്. പിന്നെ നമുക്കൊരു ശൂന്യത നമ്മളെ വീട്ടിൽ. പക്ഷെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും അതിൻ്റെ വില എന്താണെന്നറിയില്ല. ഉണ്ടാക്കുമ്പോഴുള്ള അതിൻ്റെ വില എന്താ അറിയില്ല. അങ്ങനെ അനിയത്തിക്കൊരു കഷ്ണം, അനിയത്തിക്കെന്ന് പറഞ്ഞാൽ അനിയത്തിൻ്റെ കുട്ടിക്കൊരു കഷ്ണം കൊടുത്തു. ആ നിൽക്കുന്നത് എൻ്റെ 3ാമത്തെ ആങ്ങളാണ്. എനിക്ക് ഷുഗർ കൂടിയിട്ട് കാലിൻ്റെ വിരലൊക്കെ മുറിച്ചതാണ്. അതിന് വത്തക്ക, ആപ്പിള്, മുസമ്പി. ഇന്നിപ്പോൾ ഇങ്ങനെ ഇത്രയും അത് കുറച്ച് ബാക്കി, കുറച്ചധികം. അതിന് ശേഷം ഞങ്ങൾ ഇനി വെള്ളം കലക്കാനും ഞങ്ങൾ 2 പാത്രത്തിൽ കുറച്ച് വെള്ളം പറഞ്ഞു. പിന്നെ തണുത്ത വെള്ളം വേറെ വെച്ചേക്കണം. അത് കുറച്ച് പറഞ്ഞു. അതിലേക്ക് പഞ്ചസാര ഇട്ട് ഇനി നാരങ്ങ പിഴിയണം. ഉറക്കം വരുന്നുണ്ട്. 10-11 മണിക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അങ്ങനെ നാരങ്ങ പിഴിയും. നാവും അങ്ങ് പൊളിക്കിങ്ങനെ വരില്ലേ നാരങ്ങ പിഴിയുമ്പോൾ. അങ്ങനെ എന്തുപോലെ പാഷൻ ഫ്രൂട്ട്.
അതും ഞങ്ങൾ ഒഴിച്ച് നാരങ്ങ വെള്ളം പിഴിഞ്ഞതിലേക്ക് ഞങ്ങൾ ഇത് വെച്ച് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. മറന്നു കുറച്ച് നിലത്തിൽ നമുക്ക് വേറെ കലക്കടുത്ത് വെക്കാനായിട്ട് അങ്ങനെ എടുത്ത് വെച്ചു. അനിയത്തി വെള്ളം കലക്കണേ, ഞാനും വീഡിയോ എടുക്കണേ. എന്തൊക്കെ മക്കളെ ഇങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ചോറ് ബാക്കി അതൊന്നുമില്ല കേട്ടോ, ഒക്കെ കരട്ടിനായി. അധികം ചോറിന് ബാക്കി ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ചോറ് ബിരിയാണി ഞങ്ങൾ വെച്ചിരുന്നിക്കുക. അതിനുശേഷം ഞങ്ങൾ തണുത്ത വെള്ളം 2 പാത്രം കൂടി വയ്ക്കുക. നോമ്പില്ല, അല്ലെങ്കിൽ മധുരം ഉണ്ടാക്കാറില്ലേ. അതിനുശേഷം പൊക്കവട, കറുത്തങ്കായ, പപ്പായ, വത്തക്ക, ആപ്പിള്, ആമസമ്പി, അങ്ങനെ എല്ലാതും റെഡി. അങ്ങനെ ബാങ്ക് കൊടുത്തു. ഞങ്ങൾ നോമ്പറക്കാൻ നിൽക്കുകയാണ്. എല്ലാവരും നിരത്തി വെച്ചു. പിന്നെ ഇതാ ബിരിയാണി. അധികം മസാല ഇല്ലാത്ത നല്ല അടിപൊളി ബിരിയാണിയാണ്. അങ്ങനെ പറയില്ല, ഞങ്ങൾ വീഡിയോ എടുക്കേണ്ടതാണ്. അതിന് ശേഷം കുട്ടികളെ കലാപരിപാടി. കുട്ടികൾക്ക് തിന്നത് ചോദിച്ചിട്ടുണ്ടല്ലേ, കുട്ടികൾ ചാടി കളിക്കാൻ. കുട്ടികളെല്ലാവരും പാടെ ഒപ്പം കൂടിയപ്പോൾ കുട്ടികൾക്ക് സന്തോഷം. അങ്ങനെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ. ആദ്യം ഭക്ഷണം കഴിച്ചു. ചോറ്, അച്ചാറ്, ബീട്രൂട്ട് അച്ചാറ് നല്ല അടിപൊളിയായിരുന്നു. ബീട്രൂട്ട് അച്ചാർ നല്ല ചെമ്പട്ടിൽ അടിയാകൊണ്ടേ നല്ല മസാല ഉണ്ട്. ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എന്താ കുട്ടികൾ കഴിക്കണം, കുട്ടികൾ മൊബൈൽ കാണുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. നിങ്ങളത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണോ? അനിയത്തി എന്താ ഉമ്മ ഇരിക്കുന്നു. ഉമ്മയുടെ മുന്നിൽ ഉമ്മയുടെ വണ്ടിയാണ്. അനിയത്തിൻ്റെ മോനാണ്. അനിയത്തി, ഉമ്മ അപ്പുറത്ത് ആങ്ങായിരിക്കുന്നു. ഓല് എന്നെ കളിയാക്കണേ, നിങ്ങൾ വീഡിയോ എടുത്തോ, അപ്പം നമ്മളെ വീഡിയോസ് തോന്നുന്ന ആൾക്കാർ കാണലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. എന്നാലും ഞാൻ ശ്രമിക്കുവാൻ, വിജയിച്ചോട്ടെ. പഠിച്ചവനല്ലേ വലിയവന്. പഠിച്ചവൻ വിജയം തന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. ഉമ്മക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഉമ്മ മുന്നിൽ വാക്കറുകളൊക്കെ ഉമ്മ പിടിച്ച് നടന്നാൽ പിന്നെന്താ, ആരും മറക്കണ്ട. എൻ്റെ ഉപ്പാക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ഒരു ഫാത്തിഹയെങ്കിലും ചൊല്ലിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്യുക. മരിച്ചു പോയ പിന്നെന്താ, ഭയങ്കര ഇതാണ്, ഷോക്കാണ്. ഉമ്മയുടെ വണ്ടി മുന്നിലേക്ക് കുട്ടി മൊബൈൽ കാണുന്നു, ചോറ് കഴിക്കും.
പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ മറക്കരുത്. ഓക്കെ ബൈ.